ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയസ് അപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിച്ചാൽ നമ്മുടെ ബസ് മാറ്റി ഇൻഡോനേഷ്യയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ലോറികളെ ഇടാൻ പറ്റും. ലോറിയായാലും ട്രക്കായാലും. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഒരു എല്ലാ ട്രക്കുകളും ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ട്രക്കുകൾ, അതുപോലെ തന്നെ വേറെ പല ടൈപ്പുള്ള ട്രക്കുകൾ, അങ്ങനെ ഒരു എല്ലാ ട്രക്കുകളുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഏത് ട്രക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബസ് മാറ്റി ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ വെബ്സൈറ്റിലോ വേറെ ഇതിലൊന്നും നമ്മൾ സെർച്ച് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ ട്രക്കുകളും ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷൻ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഇറങ്ങുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വിളിക്കുക. നമുക്ക് ഇതേ വീഡിയോ വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ട്രക്കുകൾ കാണാം. അപ്പോൾ ഈ ട്രക്കുകൾ മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഒരുവിധം എല്ലാ ട്രക്കുകളും നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ട്രക്കുകൾ, ഇന്ത്യയിലത്തെ ട്രക്കുകൾ, അങ്ങനെ പല ടൈപ്പുള്ള അടിപൊളിയായിട്ടുള്ള കുറേ ട്രക്കുകൾ, പിന്നെ സൈഡിൽ അങ്ങനെ സ്റ്റിക്കർ ഡിസൈനൊക്കെ ഉള്ള ട്രക്കുകൾ, അങ്ങനെ ഇതെല്ലാ ട്രക്കുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിച്ചാൽ. പിന്നെ അതേപോലെ തന്നെ മിലിറ്ററിയിലത്തെ ട്രക്കുകളൊക്കെ ഇന്ത്യയിൽ ട്രക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ട്രക്കും, ഓയിൽ ടാങ്കർ, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ അത് എടുക്കാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു മോഡിഫൈഡ് ട്രക്ക് ഇവിടെ എടുക്കുന്നുണ്ട്, അതെടുക്കാണ്. അതിന് ശേഷം ഇവിടെ ഒരു ഫോൾഡർ കാണാം, അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടിയിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മീഡിയ ഫയലിൻ്റെ പേജിലാണ് എത്തുക. അപ്പോൾ ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട് ഏകദേശം 62 MB ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ലിവറിങ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതും നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജിൽ തന്നെയാണ് എത്തുക. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഡൗൺലോഡ് വരും. അപ്പോൾ അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും മുകളിൽ. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മുടെ ലിവറി ഫയലും അതേപോലെ തന്നെ നമ്മുടെ ബസ് ഐഡിയുടെ മോഡിൻ്റെ ഫയലും ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ 2 ഡൗൺലോഡ് ആയതിനു ശേഷം ബസ് സിമുലേറ്ററിൽ അതിന് ഇൻസ്റ്റാൾ ചെയ്യാനും അത് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫയലിൻ്റെ പേരൊന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഭാരത് ബെൻസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽസിലെ ഫയൽസിൻ്റെ സെക്ഷൻ എടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഇവിടെ ഭാരത് ബെൻസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഫയൽ കാണാം, ഭാരത് ബെൻസ് ബസ് ID മോഡ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അടിയിൽ മൂവ് എടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫയൽ എങ്ങനെ വന്നോന്നും അതേപോലെ തന്നെ നമ്മുടെ ലിവറി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ട്രക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രക്ക് വന്നത്, യെല്ലോ കളറായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ലിവറി ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ലഗേജ് ലോഡൊക്കെ കാണുന്നുണ്ട്, അതായത് നമ്മുടെ കല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ലിവറിയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ 3ാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ബ്രൗസ് ലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ ലിവറി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ ലിവറി ആയിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ലുക്ക് ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ലിവറി പോലത്തെ സംഭവമാണ്. അപ്പോൾ അടിപൊളി അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ലിവറി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ സൈഡിലുള്ള അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഒരു ആഡ് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്ററിലുള്ള പൈസ കൊടുത്താലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ആഡ് കാണാൻ പോവാണ്. അപ്പോൾ അതേ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഉള്ള നമ്മുടെ ട്രക്കിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ അതേ മുകളിൽ നമുക്ക് കല്ലുകൾ ലോഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് 360 ഡിഗ്രി അതിൻ്റെ ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ എങ്ങനെ നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ വ്യൂ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഉണ്ട്. അപ്പുറത്തൊരു പാസഞ്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതേ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.